ഹലോ ഗായ്സ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ എവിടെയുള്ള കോക്സർ, മണാലിയിലെ കോക്സറിലാണ്. ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കാൻ 5 ദിവസം അടിച്ചു പൊളിക്കാനായിട്ട് ഞങ്ങൾ വന്നേക്കുക. അപ്പോൾ ഞങ്ങൾ ഇവിടെ കോക്സർ വരെ എത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് കേട്ടോ. ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് കേട്ടോ. മിഥിലയുടെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് ട്രെയിനിലാണ് ബാംഗ്ലൂർ വന്നത്. അവിടുന്ന് ഞങ്ങൾ നേരെ ചണ്ഡീഗഡ് എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റിലാണ് പോയത്. ചണ്ഡീഗഡ് എയർപോർട്ടിൽ നിന്ന് ഏകദേശം 6 മണിക്കൂറാണ് മണാലിയിലേക്ക് വേണ്ട സമയം. അപ്പോൾ ഞങ്ങളൊരു ഈവനിങ് 3-4 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും അത്യാവശ്യം നല്ല രസമുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ മണാലിയിൽ ഞങ്ങളുടെ സ്റ്റേയിൽ എത്തിയിരിക്കുകയാണ്. ഈ വ്യൂ കണ്ടോ നിങ്ങൾ? ഇത് ആ കാണുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? അത് ഫുള്ളിങ്ങനെ മലകൾ മഞ്ഞ് നിറഞ്ഞ് ഇത് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നതല്ല, അവിടെയൊക്കെ ഇങ്ങനെ മഞ്ഞ് ഇതിങ്ങനെ കിടക്കുവാണ്. താഴെ ഫുൾ ആപ്പിൾ തോട്ടങ്ങൾ. ആപ്പിളില്ല, പക്ഷെ പൂക്കൾ പൂത്ത് നിൽക്കുന്നു. ഇതിവിടെയാണ് ഞങ്ങൾ 5 ദിവസം നിൽക്കാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ ചേട്ടൻ. आपका नाम भैया? हीरालाल. ആ ഒടുക്കത്തെ തണുപ്പാട്ടോ. തണുപ്പെന്ന് വെച്ചാൽ മനുഷ്യനെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഞാനാണെങ്കിൽ നിക്കറൊക്കെ ഇട്ടുകൊണ്ടാണ് മണാലി ഇറങ്ങാൻ വന്നത്. നല്ല റൂം, നല്ല ക്ലീൻ വുഡൻ ഫ്ലോർ, നല്ല വാഷ്റൂം, എല്ലാം ക്ലീൻ. ഇതാണ് അച്ഛൻ്റെ അമ്മയുടെ റൂം. അവർക്ക് റൂം ഇഷ്ടപ്പെട്ടോ നമുക്ക് പോയി ചോദിക്കാം. എങ്ങനെയുണ്ട് അച്ഛാ റൂം? ഇങ്ങ് വന്നേമേ, എങ്ങനെയുണ്ട്? വ്യൂ ഒക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് അമ്മേ? മൂവി എങ്ങനെയുണ്ട്? വ്യൂ ഒക്കെ ഇഷ്ടപ്പെട്ടോ? ശരിക്കും ഇഷ്ടപ്പെട്ടോ? ടി വിയോ? എന്ത് ടീ? അത് ഓർഡർ ചെയ്താൽ കിട്ടും. എല്ലാം വിളിച്ചു പറഞ്ഞാൽ മതി, അവിടെ ഉണ്ടാക്കുകയും ചെയ്യാം. കാപ്പി ചായയൊക്കെ. ഞങ്ങൾ ചായ കുടിക്കില്ല, നിങ്ങൾ പറഞ്ഞു. ഈ കാണുന്നതാണ് പപ്പയുടെ അമ്മയുടെ റൂമിൻ്റെ വ്യൂ. നല്ല മഞ്ഞുമലകൾ മൂടി മറിഞ്ഞത്, കിളികൾ കളകളാരവും പറഞ്ഞു നടക്കുന്നത്. എങ്ങനെയുണ്ട് റൂം? എങ്ങനെയുണ്ട്? അടിപൊളി. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. വ്യൂ എങ്ങനെയുണ്ട്? വ്യൂ സൂപ്പർ. അമ്മയ്ക്കോ? അടിപൊളി. അപ്പോൾ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് പോയി എല്ലാം ഒന്ന് കണ്ട് കറങ്ങാമെന്ന് വിചാരിച്ചു. വീട്ടുകാരെല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. ഇതിലകത്ത് മറ്റേ ഹോട്ടലുകാരൻ നമ്പർ എടുക്കാൻ വന്നത്. ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം. നല്ല തണവ് കേട്ടോ. തണവെന്നൊക്കെ പറഞ്ഞാൽ കൈയൊക്കെ മരച്ചു പോയിരിക്കും. ഭയങ്കര ക്യൂട്ടാണ് ഇവിടെ കാണാൻ. ഞങ്ങൾ നടക്കാനിറങ്ങുന്ന വഴി ഇവിടെയൊക്കെ ആപ്പിൾ ട്രീ ആണ്, പൂത്ത് നിൽക്കുക. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചുറ്റും ആപ്പിൾ തോട്ടങ്ങളാട്ടോ. ഇവിടെയൊക്കെ ആപ്പിൾ തോട്ടങ്ങൾ. അച്ഛാ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? തണുണ്ടോ ഗായ്സ്? തണുണ്ടോ? ഇതെന്താണ് ചോദിക്കണത്? നല്ല നല്ല കാഴ്ചകളാട്ടോ. നോക്കി അവിടെ ആ ഒരു ഏരിയയിൽ മാത്രം വെയിലും നിൽക്കണുണ്ടോ റൗണ്ടിൽ. നല്ല രസമുണ്ട്. അവിടുന്ന് ഇരുണ്ട് മൂടി വരുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇച്ചിരി വെളിച്ചം. മേളിൽ ഇത് പിന്നെ അങ്ങ് മേളിലേക്ക് നോക്കുമ്പോൾ നല്ല വെളിച്ചത്തിൽ മഞ്ഞ് മൂടി പൊതച്ച് കിടക്കുകയാണ്. ഹിമമല. ഇപ്പം ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി അകത്തേക്കാണ് റൂം എടുത്തേക്കണത്. അപ്പോൾ അങ്ങോട്ട് ഇതെന്താണത്? ഒരു ട്രാക്ടർ തന്നെ വെച്ചത്. അപ്പോൾ അടുത്തൊന്നുമില്ല സ്ഥലങ്ങളാണ്. നല്ല രസമുണ്ട് ഇവിടെ. ഇങ്ങനെ ചുറ്റും ആപ്പിൾ തോട്ടങ്ങളും വീടുകളും. അയ്യോ സൈഡിൽ ചെയ്യുന്നു. ഇല്ല ഇപ്പൊ എടുത്തോണ്ട് പോവാളെ. അതെവിടെ കുതിരയൊക്കെ ഉണ്ട്. കുതിര
ഹായ് കുതിര. എന്താ പിന്നെ പറ്റി? കുതിര കണ്ടോ? കുതിരയൊക്കെ എത്ര ഷിജി കണ്ടേക്കണേ? ഷിജി എത്ര കുതിരയൊക്കെ ഉണ്ടാക്കണേ? കണ്ടത് ഇവിടുന്ന് നോക്കുമ്പോൾ നോക്കി, ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും മഞ്ഞ് മൊത്തത്തിൽ മൂടി കിടക്കുക. എന്നാ ഭംഗിയെന്ന് നോക്കി. ഇവിടെയൊക്കെ മഞ്ഞുള്ള സമയത്തൊന്നും ഇതൊക്കെ മൂടിയിരിക്കും. ഇപ്പം അവിടെയൊക്കെയാണ് കൂടുതൽ. ഇങ്ങോട്ടൊന്നും അധികം മഞ്ഞില്ല, പക്ഷെ തണുപ്പിനൊന്നും ഒരു കുറവുമില്ല അല്ലേ? ഞങ്ങൾ ഈ വന്നേക്കണെന്ന് പറഞ്ഞത് ഞങ്ങൾ ഏപ്രിൽ മാസത്തിലാണ് വന്നേക്കണേ. ഇത് വിന്ററും കൂടെ അല്ല, സമ്മർ തുടങ്ങേണ്ട സമയം. അതെ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഈ കാണുന്ന കടയിൽ നിന്ന് ഒരു ബ്രെഡ് ഓംലേറ്റും ചായയൊക്കെ കുടിച്ച് ഇനി ഞങ്ങൾ നേരെ തിരിച്ച് പോവാം റൂമിലേക്ക്. ഇതാണ് കപ്പിൾ ഗോൾസ്. നോക്കൂ ഗൈസ്, സീനിയർ സിറ്റിസൺസ് ആണ് രണ്ടുപേരും. അതെ, എൻ്റെ അമ്മയും പപ്പയും നടക്കണ നിധിയുടെ അച്ഛനും അമ്മയുമാണ്. നോക്കൂ എന്ത് ക്യൂട്ടാണ്. ഇറങ്ങുമ്പോൾ നല്ല ഫോഴ്സിൽ എല്ലാവരും ഓടിച്ചാടി ഇറങ്ങിയതാ. ഈ കയറ്റം തിരിച്ചു കയറാനായിട്ട് ബുദ്ധിമുട്ടുമാണ്. ഫോഴ്സിൽ എല്ലാവരും കൂടെ ഫുൾ ജോഴ്സിൽ അങ്ങ് ഇറങ്ങിയതാ താഴെ വരെ. തിരിച്ച് തണവ് കാരണം ശ്വാസം മുട്ടണം, കയറാനും പറ്റണില്ല. അങ്ങനെ ഒരു വിധത്തിൽ നടന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലെത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഡേ 2 മണാലിയിലാണ് ഞങ്ങൾ. രാവിലെ എണീറ്റേ ഉള്ളൂ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? നമ്മുടെ ആനിവേഴ്സറി. അതെ, ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. കല്യാണം കഴിച്ചിട്ട് ഒരു കൊല്ലം. എൻ്റെ പൊന്നുമനെ. ഇപ്പോൾ രാവിലെ ഇവിടുത്തെ കാഴ്ച ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് പോകുന്ന സ്ഥലങ്ങളെന്ന് വെച്ചാൽ ഡേ 2 നമ്മൾ പോകുന്നത് മണാലി ലോക്കൽ മണാലി എല്ലാ സ്ഥലങ്ങളിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 8 മണിക്ക് ഞങ്ങൾക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇപ്പോൾ സമയം എന്താടാ? 8 മണിയായി. അപ്പോൾ പോയി റെഡി ആവട്ടെ ആദ്യം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നിട്ട് റെഡി ആയിട്ട് നമ്മളൊരു 10 മണിയാകുമ്പോൾ നമ്മുടെ ഡ്രൈവർ വരും. നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു, മണാലി മൊത്തം ചുറ്റി കാണുന്നു. ഞാൻ കഴിഞ്ഞിട്ട് വെയിൽ കൊള്ളുമ്പോൾ നിൽക്കുവാണ്. ഇപ്പോൾ ആശ്വാസം ഉണ്ടോ? ആണോ പറഞ്ഞ ഞങ്ങളെല്ലാവരും എന്ത് ഇവിടുന്ന് വെയിൽ ഡയറക്റ്റ് കിട്ടണ സ്ഥലത്ത് വന്നിരിക്കും എല്ലാവരും. ഇപ്പൊ വെയിൽ വന്നുകൊണ്ട് ഇച്ചിരി ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്ന. നല്ല വെയിലും ഉണ്ടല്ലേ? വെയിലും ഉണ്ട്, മഞ്ഞും ഉണ്ട് അല്ലേ? ഫുഡ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പപ്പ ഓർഡർ ചെയ്ത് വെജ് സാൻഡ്വിച്ചാണ്. അമ്മയും വെജ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്ത്. പക്ഷേ ഇവള് എഗ് ഓംലേറ്റ് ആയിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ അവരത് ഷെയർ ചെയ്ത് വിതൗട്ട് ഷുഗർ കോഫി. അമ്മ പറാത്ത വാങ്ങിച്ചിട്ടുണ്ട്. അച്ഛനും പറാത്തയാണ് ഓർഡർ ചെയ്തത്. ഇപ്പോൾ എത്തും, പ്ലേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എൻ്റെ ബ്രെഡ് ഓംലേറ്റ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? എങ്ങനെയുണ്ടമ്മ? നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ടമ്മ? എങ്ങനെയുണ്ട്? ഇത് ആരോടെ ചോദിക്കണേ? എങ്ങനെയുണ്ട്? പപ്പ കഴിച്ചില്ലല്ലോ. കഴിക്കാൻ തുടങ്ങുകയാണ്. കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ട്. പപ്പ എങ്ങനെയുണ്ട് സാൻഡ്വിച്ച്? അടിപൊളിയാണോ? എന്നാ ചോദിക്കുമ്പോൾ പറയും, ചോദിക്കാത്തപ്പോൾ വിളിച്ചു വരുത്തി പറയല്ലോ. ഇതൊന്നും അറിയില്ലല്ലോ. ചോദിക്കുമ്പോൾ പറയില്ല, ചോദിക്കാത്തപ്പോൾ വിളിച്ചു വരുത്തി ചോദിക്കും. അങ്ങനെ ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും റെഡിയാണ്. ഫ്രീക്ക് അടിച്ച അച്ഛനെ ഞാൻ ഫ്രീക്കനാക്കി മാറ്റിയിരിക്കുകയാണ്. ഞങ്ങളുടെ കാറും വന്നിട്ടുണ്ട്, ഡ്രൈവറും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോയി മണാലിലേക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ, സഞ്ജു ചേട്ടനാണ് ഞങ്ങൾ എല്ലായിടത്തും കൊണ്ട് കാണിക്കുന്നത് ഇന്ന്.
നോക്കി, ഇതാണ് ഇവിടുത്തെ യാക്ക്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പാലൊക്കെ നോക്കി നല്ല ഗ്രൂം ചെയ്ത് വെച്ചേക്കുക. നമ്മളിപ്പോൾ പോണത് മാതാ ഹഡിംബ ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിളിലേക്കാണ്. എല്ലാവരും ഉണ്ട് റെഡിയായിട്ട്. ഇഷ്ടംപോലെ മലയാളികളുണ്ട് കേട്ടോ. നമ്മൾ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ മലയാളികൾ ഇഷ്ടം മാതിരിയുണ്ട്. എവിടെ പോയാലും ഉണ്ട്, ബാലി പോയാലും ഉണ്ട്, എവിടെ പോയാലും ഉണ്ട്. എനിക്ക് നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ മൂക്കൊക്കെ നോക്കിയാൽ ചുമന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ. തണുപ്പുണ്ട്, വെയിലും ഉണ്ട്. ഇവിടുത്തെ പട്ടികളും കാണാൻ ഒരു ഫോറിൻ ലുക്കാ, നല്ല പൂടയൊക്കെ വെച്ച് അല്ലേ. ഇവിടെ അടിയാണ്, ഊരിനടിയാണ്. സംഘർഷം സംഘർഷം. അമ്മാർ ഏരിയ കയറിയതാ. ഏരിയ കയറിയപ്പോ അടിച്ചു ഓടിച്ചു. അവൻ ജീവനും കൊണ്ട് ഓടി. നല്ല തിരക്കുള്ള വഴിയാട്ടോ. സൈഡ് വരും, ചെറിയ റോഡും. പോട്ടെ പോട്ടെ പൊട്ടി. ചേട്ടാ ഇവിടെയൊക്കെ ഫ്രിഡ്ജ് മാഗ്നറ്റ് കിട്ടും കേട്ടോ. നല്ലതേ. ഇവിടെ മറ്റേ ഗ്ലൗസും അതും ഇതൊക്കെ കിട്ടും, തൊപ്പി എല്ലാം കിട്ടും. ഇതേ പൈൻ ഫോറസ്റ്റ് അവിടെ ഉണ്ട്. അതിൻ്റെ അകത്താണ് അമ്പലം അല്ലേ? പൈൻ ഫോറസ്റ്റിൻ്റെ അകത്താണ്. അവരിട്ടങ്ങനെ തൊപ്പിയുണ്ട് ഇവിടുത്തെ ആൾക്കാർ. ഇവിടെ എങ്ങോട്ടേ പോണേ? എന്തോ അറിയുന്ന രീതിയിൽ അങ്ങ് പോകണുണ്ടല്ലോ. ഇവിടെയൊക്കെ ഇച്ചിരി തണുപ്പ് കൂടുതലുണ്ട് അല്ലേ? അല്ലേ മേ? ഇവിടെ ഇച്ചിരി കൂടെ തണുപ്പുണ്ട് അല്ലേ? ഒരാൾ നേരത്തെ പോയി അവിടെ നിന്ന് കമ്മല് എന്തൊക്കെയാ നോക്കുന്നുണ്ട്. ഓടണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീ എങ്ങോട്ട് എത്ര സ്പീഡിൽ ഓടിയത്? അതിന് വേണ്ടി ഓടിയതാണ്. എനിക്കിങ്ങനെ ബ്രേക്ക് കിട്ടുമല്ലോ ഇതൊക്കെ നോക്കാൻ. ചേട്ടാ ഇവിടെ നോക്കിക്കുമ്പോൾ നല്ല രസമുള്ള ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ്. വെള്ളിയാണല്ലോ കുറേ നാളായിട്ട്, പക്ഷെ ഭംഗിയുണ്ട്. അതുപോലെ വരച്ചു തരും വേണമെങ്കിൽ. കാശ് കൊടുത്താൽ മതി, എന്തും ചെയ്ത്. ഇവിടെ കുറച്ച് വാങ്ങാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട് അല്ലേ? ഇവിടുത്തെ ആ അതും വാങ്ങാം. ഇവിടുത്തെ തൊപ്പി വാങ്ങാം. ദേ ഇവിടെ നല്ല നട്ട്സ് കിട്ടും കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ. തിരിച്ചു പോകുമ്പോൾ വാങ്ങാം അല്ലേ? വീണ്ടും യാക്ക്. ഇതിന്റെ മേളിൽ കയറി യാത്ര ചെയ്യാട്ടോ, മേളിലേക്ക് വേണമെങ്കിൽ. അങ്ങനെയാ അല്ലേ? ഇതിന്റെ കൂടെ ഫോട്ടോ എടുക്കാം. ആ ഡ്രസ്സ് തന്നിട്ട് അതിട്ട് നിക്കിച്ചാനൊക്കെ എടുത്തായിരുന്നു തോന്നുന്നു. ഇവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണമെങ്കിൽ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തുള്ള പൈൻ ഫോറസ്റ്റിലേക്ക് കയറിക്കോണം. ഇവിടെ വന്നപ്പോൾ നല്ലൊരു തണുപ്പൊക്കെ ഫീൽ ഉണ്ട്. പുറത്തുള്ളതിനേക്കാളും കൂടുതൽ തണുപ്പുണ്ട്. ഫോറസ്റ്റിനകത്താണ് ടെമ്പിൾ. യെസ്, പൈൻ ഫോറസ്റ്റിൻ്റെ അകത്താണ് അമ്പലം. ആ പൈൻ ഫോറസ്റ്റിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ആ കാണുന്നല്ലേ? ഇത് ഇച്ചിരി കൂടെ വ്യത്യസ്തമായ പൈൻ ഫോറസ്റ്റ്. നമ്മുടെ വാഗമണ്ണുള്ള കൂട്ടൊക്കെ ഒന്നല്ല. അവിടെയൊക്കെ താഴെ ഇച്ചിരി ബ്രൗൺ കളറാണ്, ഇവിടെയൊക്കെ ഫുള്ള് പച്ചപ്പ. അടിപൊളി. കണ്ടു അങ്കോര റാബിറ്റ്സ്. അങ്ങനെ അമ്പലം എത്തിയിരിക്കുകയാണ്. എവിടെയല്ല അമ്പലം? ഇതാണ് അമ്പലം. നല്ല അമ്പലം. ഷൂരിട്ട് വേണം അകത്ത് കയറാൻ. നല്ല തണുപ്പുണ്ട്, കാലും നിലത്ത് വെക്കുന്നത്. അടിപൊളി അമ്പലം. ക്യൂ ഉണ്ടോ?
നമ്മള് സിനിമ കണ്ടപ്പോ ഇത്ര ക്യൂ ഒന്നുമില്ല. ഈ ഏജവാനി ഏതുവാനിയിലൊക്കെ കാണുന്ന അമ്പലില്ല അത് ഇതാ. ആണെന്ന് തോന്നുന്നു. ഇത് തന്നെ ഇത് തന്നെ. ഇത് ക്യൂ അകത്തേക്ക് കയറാനുള്ള നല്ല തിരക്കുണ്ട്. അകത്തേക്ക് കയറാനുള്ള ക്യൂവാ. കയറുന്നുണ്ടോ കയറുന്നുണ്ടോ അകത്തേക്ക്? അകത്ത് കയറാനുള്ള ക്യൂ അത്. അകത്ത് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡാ. ആ അത് അകത്ത് എടുക്കണ്ട, പുറത്തുനിന്ന് എടുക്കാം. ക്യൂവിൽ നിന്നോ, ചെരുപ്പൂരിട്ട് ക്യൂവിൽ നിന്നോ. നല്ല തിരക്കുണ്ടോ ഇവിടേക്ക് അല്ലേ? എല്ലാ സൈഡിൽ നിന്ന് വേറെ വേറെ ഇഷ്ടംപോലെ മലയാളികളുണ്ട്. അമ്മ സെൽഫി എടുക്കണം. അമ്മ സെൽഫി എടുക്കണേണോ? അതെ, ഇവിടെ വന്നിട്ട് അമ്മയുടെ ഫോട്ടോ തന്നെ എടുത്തോണ്ടിരിക്കുക. സ്ഥലങ്ങളുടെ എടുക്കുക. നമ്മുടെ ക്യൂ നിൽക്കണം ഇച്ചിരി അമ്പലത്തിൽ കയറാൻ. ഇപ്പോൾ അമ്പലം ഓപ്പണാണ്, പക്ഷെ അമ്പലത്തിനകത്ത് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡാണ്. അപ്പോൾ ഇവിടെ വരെ കുറച്ച് പേര് അമ്മേ ടെമ്പിൾ എങ്ങനെയുണ്ടായി അകത്ത്? നല്ലായിരുന്നു, പക്ഷെ തല ഇടിച്ചില്ലായിരുന്നു. ഒന്നുകൂടെ സൂപ്പർ. ആ ഹൈറ്റ് ഇച്ചിരി കുറവ്. അപ്പൊ കയറുമ്പോൾ സൂക്ഷിച്ച് കയറണം, ഇല്ലെങ്കിൽ തലയിടിക്കും. പാപ്പാ ടെമ്പിൾ എങ്ങനെ ഉണ്ടായി? ടെമ്പിൾ നല്ല ടെമ്പിളാണ് കാണാൻ. അകത്ത് എങ്ങനെ ഉണ്ടായി? ബെൻഡ് ചെയ്ത് പോകണം. ദൈവം മേളിലല്ലേ ഇരിക്കുന്നത്, ഇത് ഭൂമിയുടെ ഒരു ഇത്തിരി താഴെ ഇരിക്കുന്നത്. ഒരു പ്രത്യേകത. മണാലി രീതിയിൽ ഫോട്ടോ എടുക്കാൻ പോവാ എല്ലാവരും. അമ്പലം തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ആയിട്ട് കണ്ട് ഇവർ ഡ്രസ്സ് ചെയ്തേക്കണ മാതിരി എല്ലാവരും ഡ്രസ്സ് ചെയ്ത് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഒരാൾക്ക് 100 രൂപ പറഞ്ഞ് ചെല്ല, നീ ചെല്ലത്. അപ്പോൾ അവൾ ആദ്യമേ ഡ്രസ്സ് ചെയ്യുവാണ്. ആ അമ്മ നിങ്ങൾ രണ്ടുപേരും അങ്ങ് പോവും. അല്ല നിങ്ങൾ രണ്ടുപേരും അങ്ങ് പോവും. അമ്മയും പപ്പയും അങ്ങോട്ട് പോയിക്കും. അച്ഛനും അമ്മയും അങ്ങ് വെക്കും. എന്താ അവിടെ ഒരാൾ റെഡി ആയിട്ടിരിക്കുകയാണ്. വാ റാബിറ്റ് പക്കടമൊക്കെ പിടിച്ചോ. വേണ്ട വേണ്ട, കാശ് കൊടുക്കണം. കിട്ടുന്ന റാബിറ്റ് പക്കണമെങ്കിൽ 50 രൂപ. ഒരു റാബിറ്റിനെ വെച്ചൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ. എടാ നിനക്ക് റാബിറ്റിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം, 50 രൂപ. എന്നാ വാ, ഇവിടെ അമ്മയും റെഡി ആയിരിക്കുകയാണ്. ഒരാൾ മാലയിട്ട് ഫുൾ റെഡിയായി. ആൾക്കാരെല്ലാം അങ്ങ് മാറിപ്പോയിരിക്കുകയാണ്. ഇത് ആരുടെ ഡാൻസിനിട്ട് റെഡിയായി നിൽക്കുന്നതുകൊണ്ട് ഓ ഒടിയൻ. നമുക്ക് രണ്ടുപേർക്കും മൊയിൽ വെച്ചോ. ഇതാണ്ട് ഇത് നോക്കിക്കേ. അവിടെ പിള്ളേർ അമ്മയ്ക്ക് 20 വയസ്സായി. കൊള്ളാം. നൈക്കിയുടെ ഷൂസ് പൂവൊക്കെ വെച്ചെന്ന് ഇവര് റാബിറ്റും പൂവും എല്ലാം. ഫോട്ടോ എത്ര ഉണ്ടല്ലോ എടുത്തോ. മൊയില ഒരാൾ പിടിക്കണേന്നുള്ളൂ. അബി ആള് മൊയിലിനെയൊക്കെ പിടിച്ച് അങ്കുര റാബിറ്റിനെ വിളിച്ച് പിടിച്ച് ഫോട്ടോ എടുക്കാൻ. അങ്ങനെ നമ്മൾ മൊത്തം ഫോട്ടോ എടുത്തു കഴിഞ്ഞു. ഒരാൾക്ക് 100 രൂപ കേട്ടോ ഡ്രസ്സ് മാറുന്നതിന്. ഇനിയിപ്പോൾ റാബിറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ആട്, അവിടെ ആട് കണ്ടോ, ആടിൻ്റെ കൂടെ ഒക്കെ എടുക്കണമെങ്കിൽ ഒരാൾക്ക് 50 രൂപ. 50 രൂപ പിടിക്കണതിന് എന്തോരം ഫോട്ടോ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇവിടെ ഫോട്ടോ എടുത്ത് തന്നവരും ഉണ്ട്. അവരാണെങ്കിൽ ഒരു ഫോട്ടോയ്ക്ക് 30 രൂപയാണ് ചാർജ് ചെയ്യണത്. ഓൾസോ ഗൈസ്, അച്ഛൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? റേറ്റ് മൈ ഫാദേഴ്സ് ഔട്ട്ഫിറ്റ് കമൻറ്റിലിടുക. അച്ഛൻ മുണ്ട് മാത്രമേ ഇടാറുള്ളൂ, പക്ഷേ ഞാൻ മണാലി പ്രഖ്യാപിച്ച് അച്ഛനെ ഫുള്ള് സ്റ്റൈലാക്കി മാറ്റിയിരിക്കുകയാണ്. അത് വെറുതെ ഞാൻ ഈ തൊപ്പി വാങ്ങാൻ പോയത്. അങ്ങനെയുണ്ട് അച്ഛനാ തൊപ്പിയിൽ നിധി ഇതാണ് വാങ്ങാൻ പോകുന്നത്. ഇതാണ് രസം. ഇച്ചിരി വലുതായത് അത്. അവളതും ഞാൻ ഇതുമാണ് വാങ്ങുന്നത്. എങ്ങനെയുണ്ട്? ഇതിന് 150 രൂപ, ഇതിന് ഒരെണ്ണം 100 രൂപ. നോക്കട്ടെ എത്രയും തരുമെന്ന്. അങ്ങനെ ഞങ്ങൾ വാങ്ങി സക്സസ്ഫുൾ ആയിട്ട് വില പേശാൻ നോക്കി, പക്ഷെ നടന്നില്ല. പക്ഷെ വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. 150 രൂപ ഫൈൻ ഫോർ ദിസ്. ക്വാളിറ്റി അത്യാവശ്യം നല്ലതാ. വാ ഇവിടെ വേറൊരു ഫ്രീക്കത്തി. ഇതൊക്കെ
അദ്ദേഹം എല്ലാരും അവിടെ ഇട്ടോണ്ട് കിടക്കണേ ഇത് ബാഗ്. അവര് കയറ്റി തരും. ദേവന്നെ ഓ ഇത് കൊള്ളാലോ, നല്ലപോലെ ഗ്രൂം ചെയ്യിപ്പിച്ച്. ചെറുതാ പക്ഷെ ഇത്. ഓ കാലാവസ്ഥയൊക്കെ മാറി കേട്ടോ. തണവുണ്ട്, എന്നാലും വെയിലാണ് കൂടുതൽ. അത് കാരണം അധികം തണവ് തോന്നുന്നുമില്ല. ഇന്നലെ വൈകുന്നേരമൊക്കെ ഇച്ചിരി മഴ പെയ്ത കാരണം നല്ല രാത്രിയൊക്കെ ആയപ്പോൾ ഇരിക്കാൻ പറ്റില്ല, വിറച്ച് ഇരിക്കുമായിരുന്നു. ഇപ്പം നല്ല വെയിലൊക്കെ ഉണ്ട്, അത് കാരണം എന്നാൽ ചെറിയ തണുത്ത കാറ്റും ഉണ്ട്. നല്ല രസമുണ്ട്. ഇപ്പം ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോ. നമ്മൾ ഇറങ്ങിയ എവിടെ ആയിരുന്നു? നേരെ അങ്ങ് പോകും. കയറണം എനിക്ക്. ഇവിടെയാണ് ഓൾഡ് മണാലി എന്നുള്ള സംഭവം, ഓൾഡ് മണാലി ക്ലബ് ഹൗസ്. അപ്പോൾ ഇത് ഞങ്ങളുടെ പാക്കേജിൽ ഇല്ലാത്തൊരു സ്ഥലമാണ്. പുള്ളി തന്നെയും കൊണ്ടുപോകുന്നത് ഞങ്ങളെ. ഏതാ ഇതിൻ്റെ പേര്? ക്ലബ് ഹൗസ്, ഓൾഡ് മണാലി ക്ലബ് ഹൗസ്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് 25 അങ്ങനെ ഉണ്ടോ അല്ലേ? ഇവിടുത്തെ 25 രൂപയാണ്. ഇവിടുത്തെ വെച്ചാൽ 25 രൂപയാണ് ടിക്കറ്റിന് ഒരാൾക്ക്. അങ്ങനെ നമ്മൾ ഇവിടെ കയറിയിരിക്കുകയാണ്. ക്ലബ് ഹൗസ് ഇവിടെ മെയിൻലി ജസ്റ്റ് ഷോപ്പിങ്ങും കാണാനൊക്കെ ആയിട്ട്. അതകത്ത് കയറിയല്ലേ അറിയുള്ളൂ എന്നെ കാണാനാണ്. അച്ഛൻ കയറുമ്പോൾ തന്നെ അച്ഛൻ അറിയാം അകത്ത് എന്നാന്ന്. ഹിമാചൽ ടൂറിസം ദ ക്ലബ് ഹൗസ് വെൽക്കം ടു. അതുമാതിരി ഇതാണ് ഇവിടുത്തെ ക്ലബ് ഹൗസ്. ചെറിയൊരു പഴയ ഷോപ്പിംഗ് മോൾ മാതിരിയുള്ളൊരു സെറ്റപ്പ്. അവിടെ ജാക്കറ്റും അതൊക്കെ വിൽക്കാനുണ്ട്. ഇവിടെ ഇങ്ങനെ കടകളാണ് മൊത്തം. മേളിലേക്കും ഉണ്ട് കേട്ടോ, മറ്റേ ചെറിയ ചെറിയ ഗെയിമുകൾ അങ്ങനത്തെ സംഭവം കളിക്കണമെങ്കിൽ മേളിൽ പോവാം. വേറെ അങ്ങനെ സെറ്റപ്പ് ഒന്നുമില്ല. ഇവിടെ നിറയെ ജാക്കറ്റും സ്വെറ്റ് ഷർട്ടും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളത്. അപ്പം അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ അകത്ത് കയറിയ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ഇങ്ങനെ കടകൾ ഇഷ്ടം മാതിരി ഉണ്ട്. അങ്ങോട്ട് ചെറിയൊരു ഹോട്ടലൊക്കെ ഉണ്ട്. ഇവിടെ വേണ്ടവർക്ക് അവിടെ കയറാം. അപ്പോൾ ഇത് മെയിൻലി ക്ലബ് ഹൗസ് ഈസ് ഫോർ ഷോപ്പിംഗ് ആൻഡ് പിന്നെ ചെറിയ ചെറിയ ഗെയിമുകൾ, സ്നൂക്കർ, ക്യാരംസ് അങ്ങനത്തെ സാധനം കളിക്കണമെങ്കിൽ അതും ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ക്ലബ് ഹൗസിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഐ ലവ് മണാലിയിൽ ഇവരുടെ പൊട്ടിപ്പൊളിഞ്ഞാണ്, എന്നാലും ഫോട്ടോ ഒക്കെ എടുത്ത്. ഇനി നമുക്ക് അതിലേക്ക് ഇറങ്ങി ഇപ്പം ഇല്ല, പക്ഷേ ഇതിലേക്ക് ഇറങ്ങി അവിടേക്ക് ഒന്ന് പോയി വേണമെങ്കിൽ ചില്ല് ചെയ്യാം. പിന്നെ കയറി വന്ന ആ സൈഡിൽ തന്നെയാണ് കേട്ടോ ഇത്. ഇതിലേ ഇറങ്ങി നമുക്കിത് അവിടെ പോയി വെള്ളം അവിടെ നിന്ന് ഒഴുകി വന്നതൊക്കെ ഇങ്ങനെ കാണാം. ഇവിടെ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നത് അതാണ് നമ്മൾ പറഞ്ഞ സംഭവം. അവിടെ ആ ലൈനിൽ അവരിട്ട് നമ്മളിങ്ങനെ തുള്ളിച്ച് ഫോട്ടോ എടുപ്പിക്കും. പൈൻ ഫോറസ്റ്റ് അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നു. നല്ല രസമുണ്ട് കേട്ടോ. പണി താഴെ ഇറങ്ങാമെന്നും തോന്നുന്നു അവിടെ. ഇതുകൊണ്ട് അങ്ങനെ ലൈനിൽ വലിച്ച് അവർ ആ നടുക്കൊണ്ടിരുത്തും. എന്നിട്ട് മുകളിലേക്കും താഴത്തോട്ടും ഇളക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ ഫോട്ടോ. നമ്മളിപ്പോൾ അതിലിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. റിവർ ക്രോസിങ്, ATV മൗണ്ടൻ, നമ്മൾ ബാലി ചെയ്ത സാധനമില്ല, അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിലും ചെയ്യണവർക്ക് ചെയ്യാം അവിടെ നിന്ന് വന്നിട്ട്. ഇതിപ്പോൾ നമ്മൾ ഈ വേറൊരു വഴി ഇറങ്ങിയാണ് വന്നത്. അതിൻ്റെ അകത്തേക്കൂടെ തന്നെ അവിടെ നിന്ന് വേണമെങ്കിലും ഇങ്ങ് വരാമായിരുന്നു. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഗെയിംസുകൾ കേട്ടോ മൊത്തം. ഗെയിംസുകളും പിന്നെ അവിടെ ഇത് അതുപോലെ ചാടിക്കുക അവരവിടെ, എന്നിട്ട് ഫോട്ടോ എടുക്കും. അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ ഞങ്ങൾ ക്ലബ് ഹൗസൊക്കെ മൊത്തം കണ്ടു കഴിഞ്ഞു. കുറച്ച് ഷോപ്പിങ്ങും ചെയ്തു, കുറച്ച് ആയിരുന്നു. പക്ഷേ അത് ഇപ്പോൾ മഴക്കാറ് തുടങ്ങിയിട്ടുണ്ട്. നോക്കി, ഇത്ര നേരം നല്ല വെയിലുണ്ടായിരുന്നു, പെട്ടെന്ന് മഴക്കാറ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം അടുത്ത സ്ഥലത്തേക്ക് പോവാം.
അങ്ങനെ ഞങ്ങൾ മോൾ റോഡ് വൻ വിഹാർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്താട്ടോ. അപ്പോൾ ഇവിടെ അങ്ങോട്ട് നേരെ പോകുമ്പോഴാണ് മോൾ റോഡുള്ളത്, ഷോപ്പിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് പോയാൽ മോണസ്ട്രി ഉണ്ട് ഇതിൻ്റെ അകത്തേക്ക്. അതൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പോകും. നമുക്ക് ആദ്യം എന്തെങ്കിലും പോയി ഒന്ന് കഴിക്കാം. പോയി കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോവാം. ഇവിടെയാണ് നമ്മൾ കഴിക്കാൻ കയറാനായിട്ടിരിക്കുന്നത്, ഹിമാലയൻ ധാബ. ഞങ്ങൾ ഹിമാലയൻ ധാബ എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുക, ഫുഡ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക അല്ലേ. എല്ലാരും ഒരുമിച്ച്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫുഡുകൾ. ബട്ടർ നാൻ, ബട്ടർ ചിക്കൻ, പിന്നെ പനീർ ടിക്ക മസാലയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഈ സാലഡ്. പിന്നെ അച്ഛൻ ഓർഡർ ചെയ്ത് ചിക്കൻ ഫ്രൈഡ് റൈസ്. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? നല്ല ഫുഡാണ്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ടമ്മേ? സൂപ്പർ. പപ്പയ്ക്കോ? ഞാൻ വെജിറ്റേറിയൻ ആയിരുന്നു. നോൺ വെജിറ്റേറിയൻ ആയാലെന്താ? ഓ, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ? പപ്പ ചിക്കൻ കഴിച്ചു നോക്കിയില്ലല്ലോ, പിന്നെ എങ്ങനെ കണ്ടിട്ട് ടേസ്റ്റ് ഉണ്ട്. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും 10-ൽ 9 റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹോട്ടലിൻ്റെ പേര്, ഹിമാലയൻ ധാബ. ആരെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അവരങ്ങ് പോയി നോക്കാം, അതൊക്കെ നമ്മളൊക്കെ എന്താ നോക്കാലോ. അങ്ങനെ ഞങ്ങൾ മാൾ റോഡൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നേരെ പോകുമ്പോൾ അവിടെ റൈറ്റ് സൈഡിലായിട്ട് തിബറ്റിയൻ മോണസ്ട്രി ഉണ്ടെന്നാണ് പറഞ്ഞ് നമ്മൾ വന്ന വഴിക്കാണുള്ളത്. അപ്പോൾ ഇനി അത് നമുക്ക് പോയി കാണാവേ. അവിടെയൊക്കെ ജിലേബിയൊക്കെ ആയിരിക്കണം, നല്ല ജിലേബി, കളറൊക്കെ ചേർക്കാത്ത ജിലേബി. വെറൈറ്റി ട്രൈ ചെയ്യുന്നോ? ഫുഡുകൾ ട്രൈ ചെയ്യുന്നോ? വേറെ പറ്റില്ല. നല്ല തണുപ്പായി തുടങ്ങിട്ടോ, വെയിലൊക്കെ മാറി തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇതെന്ത് മിഠായ? അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എന്തൊക്കെയാണ് വാങ്ങിയത്? 800 രൂപ. അച്ഛൻ പിന്നെ ഒരു ഇതും വാങ്ങി, ഡ്രീം ക്യാച്ചറും വാങ്ങി. ഡ്രീം ക്യാച്ചർ എത്രയായി? 300. അയ്യോ, പക്ഷെ കുഴപ്പമില്ല, വലിയതാട്ടോ, ചെറുതല്ല, അത്യാവശ്യം വലുതാണ്. ശരി, നമ്മൾ മോണസ്ട്രിയിലേക്ക് കയറാം. കയറാം മോണസ്ട്രിയിലേക്ക്. മോണസ്ട്രിയുടെ മേളിൽ തന്നെ മഞ്ഞൾ മൂടിയ പർവ്വതത്തിനെ കാണാം. അറിയില്ല, അകത്ത് കയറണില്ലേ? അവരകത്ത് കയറ്റൊന്നും ഇല്ലായിരിക്കും. അതല്ല, അവർക്ക് പ്രേരി ഉണ്ട്, അതിൻ്റെ അകത്തേക്കൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. അവിടെയും കയറ്റിയില്ലല്ലോ, പ്രേരിയിൽ അങ്ങോട്ട് പ്രവേശനം ഇല്ലായിരുന്നു. പുറത്തിങ്ങനെയാണ്, അകത്ത് ഇല്ല. താമസിക്കുന്ന ഓർക്കുന്നുണ്ടോ? ഓൺലി മോങ്സ് ആർ അലൗഡ് എന്ന് പറഞ്ഞ്. ഇത് അവിടെയൊക്കെ കയറാം, പക്ഷെ ഇവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരു സ്ഥലമൊക്കെ ഉണ്ട്, അങ്ങോട്ട് എല്ലാവരും കയറ്റണമെന്നൊന്നുമില്ല. ഇവിടെയൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട്. ഏതോ വലിയ ലാമയോ അത് അവർക്കെല്ലാം ലാമ എന്ന് പറയുന്നത്. നമ്മളെ ഇതിൽ കണ്ടിട്ടില്ലേ? ഏസിനെയാ റിംബോച്ചെ ശരിക്കുള്ള എന്ത്? അക്കോസേട്ടായി, റംബൂട്ടാൻ. എന്ത്? അത് ഈ ചന്ദനത്തിരിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ചത്തിപിടിയാണ് മോണസ്ട്രി. എന്താണ് ഇച്ചിരി ഫ്രീക്കായിട്ട് വന്നോണ്ട് എല്ലാരും നോക്കുന്നുണ്ട്. ഇത് കണ്ടോ, നാട്ടിൽ മുണ്ടും ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന മനുഷ്യനൊക്കെ ഇവിടെ ഫുള്ള് ഫ്രീ. അഡിഡാസ് സ്പോൺസർ ചെയ്ത മാതിരി. ഇപ്പോൾ ഊരി വെച്ചിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറി പ്രാർത്ഥിക്കാൻ. അതെന്താ? ഇതാണ് ചാണകം ഉണക്കി കത്തിക്കാൻ പറ്റും.
മോണസ്ട്രിയുടെ അകം. നിൻപാപ്പ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഇവരിപ്പോഴും മാസ്ക് കിട്ടണം. അകത്ത് വീഡിയോ എടുക്കണമെങ്കിൽ 20 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ 20 രൂപ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയറി മോണസ്ട്രിയുടെ അകമൊക്കെ ഇന്ന് കാണാം. ഇതൊക്കെ ഓരോ ഇവിടെയാണ് അവർ പ്രാർത്ഥന അതും ഇതൊക്കെ. പക്ഷെ മറ്റിടത്ത് ഇങ്ങനെ കയറ്റില്ലായിരുന്നു അല്ലേ? ഇവിടെ ഫോട്ടോഗ്രാഫിക്ക് 20 രൂപ കൊടുത്തു. ഇതിങ്ങനെ അത് അവരൊന്ന് ഇരുന്ന് ഇപ്പോൾ എൻ്റെ പോകും. ഈ അരിയൊക്കെ എണ്ണോ അവർ ഇരുന്നു. അത് നേരത്തെ ഉള്ള അത് അരിയൊക്കെ ഇരുന്ന് പീസാണ്. അതെ ജാക്കറ്റൊക്കെ വെച്ചിട്ടില്ല, അവർ ഇരിക്കണേ അവർ. അതൊക്കെ എന്തൊക്കെയോ. പക്ഷെ നല്ലൊരു പീസ്ഫുൾ ഇതാക്കും, നല്ലൊരു പീസ്ഫുൾ മൈൻഡ് അല്ലേ? മേളിൽ പോവാം. മേളിൽ നിന്ന് നമുക്ക് ഈ ബുദ്ധനെ കാണാം. മേളിൽ കയറാം. ഇത് വലിയ ആളാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിയുടെ. പുള്ളി ഒരു വലിയ മോങ്കാണ്. ഇത് പുലിത്തോലിൻ്റെ മേളിൽ ഇരിക്കണം. അതെ, കീപ് ഡിസ്റ്റൻസ്. അത് മേളിൽ നിന്ന് കാണാം. ബുദ്ധൻ്റെ അപ്പുറം ഒരു രാക്ഷസൻ്റെ ഫോട്ടോയും കണ്ടോ? രാക്ഷസനാണ് എന്താണ്? ഇനി നമ്മൾ മേളിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ മേളിൽ കൂടെയാണ് പോയാൽ നമുക്ക് ആ ബുദ്ധനെ ഫുള്ളായിട്ട് കാണാം. മെഡിറ്റേഷൻ ഇവിടെയാണ്. അപ്പം മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത്. നമ്മളങ്ങനെ അകത്തുനിന്ന് പുറത്തിറങ്ങി. ഇനി ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ പോകാന്ന് പറഞ്ഞ് ഇറങ്ങി ഇത് ഓടിച്ചോണ്ട് അപ്പുറം വരാം. അങ്ങനെ നമ്മൾ മോണസ്ട്രി ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അവസാനമായിട്ട് കണ്ടു ഇങ്ങനെയാണ് മോണസ്ട്രി. നോക്കൂ, എൻ്റെ ഭാര്യ സുന്ദരിയല്ലേ? അല്ലേ? അല്ലേ മേ? അല്ലേ മേ? അല്ല, എൻ്റെ ഭാര്യ സുന്ദരിയല്ലേ? അതെ. അതെ. അച്ഛനും വല്ല അഭിപ്രായ വ്യത്യാസമുണ്ടോ? സൂപ്പർ സുന്ദരിയല്ലേ? അച്ഛൻ എത്ര ഓണം ഉണ്ടായിരിക്കണേ അല്ലേ? ഞങ്ങളിത് ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അതായത് ഒരു ബിൽഡിങ് ഹോട്ടലാണ്. അത് ഫുള്ള് ക്രീപ്പറും കൊണ്ട് നിറഞ്ഞ് നിൽക്കുക. എന്ത് ഭംഗിയാന്ന് നോക്കി, കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട്. ഫുൾ ഈ ഹോട്ടൽ നിറയെ ഇങ്ങനെ ക്രീപ്പറും കൊണ്ട് നിറച്ച് അടിപൊളി. നമ്മളിവിടുന്ന് ഒരു വെറൈറ്റി സാധനമാണ് നോക്കണേ. ഇങ്ങനെ ഞെക്കുമ്പോൾ ചെവി പൊങ്ങും. കൊള്ളാലേ? ഇങ്ങനെ ഞെക്കുന്നു, ചെവി പൊങ്ങുന്നു. കണ്ട അമ്മ കിട്ടറോ? അതങ്ങ് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? കൊള്ളാം. അങ്ങനെ ഞങ്ങൾ അടുത്തത് വരുന്നത് വൻവിഹാറിലേക്കാണ്. ആദ്യമേ പോകുന്നില്ലെന്ന് വിചാരിച്ചിരുന്നാൽ പിന്നെ പ്ലാൻ മാറ്റി. എന്തായാലും വന്നതല്ലേ, കയറി കാണാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്, പിള്ളേർക്ക് 20 രൂപ. എനിക്ക് 20 രൂപയുടെ വൻവിഹാർ എന്നുള്ളത് കടം അശേ കടമ്പട്ടെ. വന്ന് വെച്ചാ വനം. ചേലോക്ക് സാധന. ഇതാരാ? ഇത് കൂടെയുള്ള ആളോ? അതെ, ഞങ്ങളുടെ കൂടെയുള്ള ആള്. അത് വച്ചോണ്ടൊന്നുമല്ല. ഇവിടെ ഒരു കാട് ഫീല്, ഇത്രേ ഉള്ളൂ. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമാണ്.
ആ ഇവിടെ ഉണ്ട് മുയൽ. ഈ മുയൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കാനായിട്ട്. പിന്നെ നാട്ടിൽ അങ്കോര റാബിറ്റ് ഇരിക്കുക ഉണ്ട്, ബ്രീഡേഴ്സിൻ്റെ കയ്യിലുണ്ട്. അല്ലാണ്ട് ഇതുങ്ങൾക്ക് തണവുള്ള സ്ഥലമൊക്കെ നല്ലത്. ആ ഇവിടെ ഇങ്ങനെ ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ. മുകളിൽ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ബോട്ട് ചെയ്ത് റൗണ്ടൊക്കെ അടിച്ച് നിൽക്കാം. ഒരു ചെറിയ സ്ഥലം. ബോട്ടിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. പപ്പ നോക്കി സ്റ്റെപ്പ് ഇപ്പം സൂക്ഷിച്ചു വരിക. ഇതിനകത്ത് കയറിയപ്പോൾ പ്രത്യേകം ഒന്ന് ഇരുണ്ടു. പിന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്, നല്ല തണുപ്പുണ്ട്. ഇതിനകത്ത് കയറിയപ്പോൾ തണുപ്പായില്ലേ പെട്ടെന്ന്, അല്ലേ? ബോട്ടേ കയറണോ? കയറുപോയി. എനിക്ക് കയറണ്ട. ഇങ്ങനെ പരന്ന് നടക്കും കേട്ടോ. 2000 മീറ്റർ ട്രയൽ എന്നാണ് പറഞ്ഞേക്കണേ. അങ്ങനെ നടന്ന് അങ്ങനെ പോവാം. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു ഇരുട്ടും നല്ലൊരു തണുപ്പും ഒക്കെയാണ്. ആ പെട്ടെന്ന് ഇരുണ്ട മാതിരി അല്ലേ, ചുറ്റും ഇങ്ങനെ. പക്ഷെ വ്യത്യാസമുണ്ട് മരം. കൊടൈക്കനാൽ താഴെ നോക്കുമ്പോൾ മൊത്തം മല മാതിരിയാ. ഇത് ഒറ്റ പരന്ന് നടക്കുക. മരത്തിന് ഭയങ്കര സൈസ് ഉണ്ട് അല്ലേ? നല്ല തണുപ്പാട്ടോ ഇവിടെ. ഇങ്ങനെ വന്നിരുന്ന് ചില്ല് ചെയ്യാം, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പിന്നെ ഈ മരങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു നല്ല ഫീലാണ്. ഒരാളിത് അവിടെ ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുക കണ്ട. 2 പേരും ഇവിടെ ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പപ്പയും ഊഞ്ഞാലിൽ ആടുകയാണ് ഗൈസ്. മോൾ റോഡിന് ബൈ പറയുകയാണ്. മോൾ റോഡിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ പറഞ്ഞ വൻവിഹാറും മറ്റേ തിബറ്റിയൻ മോണസ്ട്രി ഒക്കെ ഇതിൻ്റെ അടുത്ത് തന്നെ. അങ്ങനെ ഞങ്ങൾ വശിഷ്ഠ ടെമ്പിളിൻ്റെ പാർക്കിങ്ങിൽ എത്തിയേക്കുവാണ്. ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കണം. പാർക്കിങ് താഴെ, അമ്പലം കുറച്ച് മുകളിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നടന്ന് മുകളിലേക്ക് പോകണം. അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ട് ഈ അമ്പലം ഇരിക്കണം. അത് കാരണം ഇവിടെയൊക്കെ നല്ല തണുപ്പുണ്ട്. തണുപ്പെന്ന് വെച്ചാൽ ഇന്നലെ വന്നപ്പോൾ കൈയൊക്കെ നരച്ച് പോലും കൈയൊക്കെ മരച്ചിരുന്നില്ല. അതേമാതിരി കൈയൊക്കെ മരച്ചു തുടങ്ങി. തണുപ്പുണ്ടോ? തണുപ്പ് പെട്ടെന്ന് കൂടിയ മാതിരി അല്ലേ പപ്പ? തണുപ്പുണ്ടോ? പപ്പയ്ക്ക് തണുപ്പൊന്നൊരു വിഷയമല്ല. ഇവിടെ നിന്ന് നോക്കിയാൽ മല നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ നിന്നാണ്. അതാണ് ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നോക്കി നല്ല ഭംഗിയില്ലെന്ന് നോക്കി. എന്നിട്ട് അവിടെ ഗ്രാമങ്ങളും ഓരോന്നൊക്കെ ആയിട്ട് നിൽക്കണതാണ്. നല്ല ഭംഗിയുണ്ട്. പാമ്പോ? ആ നമ്മൾ ബാലി പോയപ്പോൾ കണ്ട മാതിരി ഇവിടെയും പാമ്പിനെ വെച്ച് ഫോട്ടോ എടുക്കുന്നു. പക്ഷെ നമ്മൾ ബാലി ചെയ്ത് വലിയ പാമ്പായിരുന്നു. 25-30 കിലോയുടെ പാമ്പായിരുന്നു. ഇത് കുഞ്ഞിതാ. എടുക്കണോ ചാ? പപ്പയ്ക്ക് വേണോ? വേണോ അപ്പൊ? ഞാനൊരിക്കൽ ഇട്ടതാ പാമ്പിനെയോ? US-ല്. എന്നിട്ടോ? ഞങ്ങൾ വിട്ടതാ പ്രാവശ്യം. അത് കഴിഞ്ഞ് ബാലിയിൽ. ദേവിന് പിന്നെ ആ ഇടണോ അച്ഛന്? മുകളിലേക്ക് നല്ല ദൂരമുണ്ട്. കുറച്ചുകൂടെ കയറണം. ആ മുകളിൽ പാർക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഞങ്ങളെ വണ്ടി താഴെ പാർക്ക് ചെയ്യിപ്പിച്ചിട്ട് മുകളിലേക്ക് നടന്നു നോക്കണം പറഞ്ഞു. പുള്ളിയുടെ വണ്ടി ഇതിൽ കയറ്റിക്കൊണ്ട് പോയാൽ ആരൊക്കെ വന്ന് ഇടിക്കുന്നു. മുകളിലേക്ക് പോകുമ്പോൾ തണുപ്പ് കൂടി വരുക. അങ്ങനെ നമ്മൾ കുറേ നടന്നു കയറി വശിഷ്ഠ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. അച്ഛനും അമ്മയൊക്കെ മടുത്തു. നല്ല കയറ്റം കയറാനുണ്ട്, നല്ല തണുപ്പുമുണ്ട്. വയസ്സാവരം കൊണ്ടൊക്കെ വരുമ്പോഴത്തേക്കും കാർ ഇവിടം വരെ കയറ്റാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. മറ്റവൻ പറഞ്ഞു കാർ ഇവിടെ കയറ്റി ഇടിക്കുമെന്നോ എന്തോ തേങ്ങയൊക്കെ പറഞ്ഞിട്ട് അവൻ താഴെ പാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ നടന്ന് കയറി ഇവിടം വരെ എത്തിയത്. ഇതന്നെയല്ലേ വശിഷ്ഠ ടെമ്പിള്? ഇതാണോ വശിഷ്ഠ ടെമ്പിള്? ഇത്ര ഉള്ളോ?
ഈ ഒരെണ്ണമുള്ളോ? വശിഷ്ഠ ടെമ്പിൾ. അയ്യോ, ഇനി നമുക്കിതിൻ്റെ അകത്ത് കയറി നോക്കാം. ചെരുപ്പ് എവിടെ ഊരിയിടും? രാം ടെമ്പിൾ തീരെ ചെറുതാ അല്ലേ? ഇതാണ് വശിഷ്ഠ ടെമ്പിൾ. അകത്തേക്ക് നമുക്ക് ചെരുപ്പ് ഊരിയിട്ട് കയറാം. ഷൂ ഒക്കെ ഇവിടെ കൊടുത്തു. ഇനി നമ്മൾ വശിഷ്ഠ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറാം. ഇതെന്താ ഇത്ര ഫേമസ് ആവാൻ കാരണം? ഇച്ചിരി ചെറുതാണല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. ഇത്രേ ഉള്ളൂ അമ്പലം അല്ലേ? പിന്നെ തൊഴാൻ വേണമെങ്കിൽ അകത്തൊരു ഡൊണേഷൻ കൊടുക്കും. ഇവിടെ ഒന്ന് തൊഴാമല്ലോ. വശിഷ്ഠ ടെമ്പിൾ. അതിൻ്റെ തൊട്ടിപ്പുറേ കാണുന്ന ഇവിടെ വേറൊരു ചെറിയൊരു അമ്പലമുണ്ട്. ഇത് രാം ടെമ്പിൾ. അമ്പലങ്ങളിലേക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ള് മരപ്പണികളാട്ടോ അല്ലേ? ഇഷ്ടം പോലെ. ഈ അമ്പലം നോക്കിയാലും താഴത്തെ നമ്മുടെ വശിഷ്ഠ അമ്പലം നോക്കിയാലും എല്ലാം ഭയങ്കര കൊത്തുവർക്കുകളാണ്. മരം കൊണ്ട് പണിതേക്കണേ മൊത്തം. ആ, മേളി മാത്രം. ബാക്കിയൊക്കെ മരങ്ങളാണ് മിക്ക ഭാഗവും മരം. അങ്ങനെ നമ്മൾ വശിഷ്ഠ ടെമ്പിളും പിന്നെ രാം മന്ദിരൊക്കെ കഴിഞ്ഞിട്ട് താഴത്തേക്ക് പോവാം. എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. കുറേ നടന്നു കയറി വരാണ്ട്. എങ്ങനെയുണ്ട് വെച്ചാൽ വലിയ സംഭവമായിട്ട് തോന്നിയോ? ജസ്റ്റ് വരാം, ഒന്ന് തൊഴുതിട്ട് പോകാം, അത്രേ ഉള്ളൂ. ഒരു ചെറിയൊരു അമ്പലം. സംഭവം അറിയാം. ആ, എന്താണെന്നറിയാം, മരം കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവം മതി കേട്ടോ. അത്രേ ഉള്ളൂ, അല്ലാണ്ട് വലിയ എന്നൊന്നും പറയാനൊന്നുമില്ല. വശിഷ്ഠ ടെമ്പിൾ ഒരു സംഭവമായിട്ട് തോന്നിയോ? അമ്മയ്ക്ക് സംഭവമായിട്ട് തോന്നിയോ? സംഭവമൊന്നുമല്ല. ആ, അമ്മയ്ക്കോ വലിയ സംഭവമായിട്ട് തോന്നിയോ? വലിയ സംഭവമല്ല, എന്നാലും നമ്മൾ അവിടെ കാണാത്ത ഒരു അമ്പലം സംഭവമായിട്ട് പപ്പയ്ക്ക് തോന്നിയോ? എങ്ങനെയുണ്ട്? നോർമൽ. ഇത്രയും കയറി വന്ന് കാണേണ്ട അത്ര ആവശ്യം ഉണ്ടായിരുന്നു? ഇല്ല. ഇങ്ങോട്ട് വരുമ്പോഴുള്ള വ്യൂസ് നല്ലതായിരുന്നു. ആ, മലയും ഇതൊക്കെ കാണാം. നല്ല ഇതാ. അത് തന്നെയല്ല, നമ്മളതിൻ്റെ പീക്ക് കയറിയാന്നുള്ള ഒരിത്. പിന്നെ വേറെ ഒരു എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കുളിക്കുന്ന എന്തോ സംഭവം, ചെരുപ്പ് വരെ ഇല്ലാതെ ആൾക്കാർ നടന്നു കയറി സ്നാനം എന്തൊക്കെയുണ്ട്. പക്ഷെ എനിക്ക് വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ആ, കാരണം കുറേ നടന്ന് കയറുന്നുണ്ട്. കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഉദ്ദേശത്താണ്. അല്ല, ഈ പാർക്കിംഗ് എവിടെയുണ്ട് അവിടെ കയറ്റി ഇടുവാണെങ്കിൽ പിന്നെ വലിയ സീനില്ല. ഞങ്ങൾ താഴെ പാർക്ക് ചെയ്തിട്ട് വന്നത്. അപ്പോൾ ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് റൂമിലെത്തി. ഈ തൊപ്പി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുക. ഇപ്പം ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളെല്ലാവരും. പനീർ ബട്ടർ മസാല, ദാൽ കടുക്ക, പിന്നെ ഒരു ചിക്കൻ ഐറ്റവും, റൊട്ടി, ചോറ് കൊണ്ടിറക്കുക ചോറ്. ഇതാണ് ഫുഡ്. അത് കഴിച്ചിട്ട് കയറി കിടന്നുറങ്ങുന്നു. എന്നിട്ട് നമുക്ക് ബാലൻസ് നാളെ രാവിലെ കാണാം. ഓക്കെ, ബൈ.